അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 73-ാം സങ്കീർത്തനം 28-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവയുടെ ആലയത്തിലെ 3 പ്രധാന സംഗീതജ്ഞന്മാരിൽ ഒരാളായിരുന്ന ആസാഫിൻ്റെ കാലുകൾ ഇടറി എന്ന് താൻ 73-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നിയത് കൊണ്ടാണ് തൻ്റെ കാലുകൾ ഇടറുവാൻ തുടങ്ങിയതെന്ന് 73-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ താൻ സൂചിപ്പിക്കുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്ന ഗായക സംഘത്തിൻ്റെ നേതാവായ ആസാഫ് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിനാൽ ഇന്ന് എത്രയോ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രയോജനമായി എന്ന് നാം ഓർക്കണം. ദൈവിക വിഷയങ്ങളിൽ ഒരു വ്യക്തി സമ്പന്നനാകുമ്പോൾ ഭൗതിക വിഷയങ്ങളിൽ അല്പം ഏറ്റക്കുറച്ചിലുണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ 2 പേരുടെയും സമ്പാദ്യത്തിൻ്റെ മൂല്യം കണക്കാക്കിയാൽ ദൈവത്തിൽ ആശ്രയം വെച്ച മനുഷ്യൻ്റെ നിക്ഷേപമാണ് കൂടുതലെന്ന് നാം കണ്ടെത്തും. ആഡംബരത്തിനൊരു കുറവുമില്ലാതെ ലോകപ്രകാരം ജീവിച്ച ഒരു ധനാഢ്യയായ സഹോദരിയായിരുന്നു ഡയാന രാജകുമാരി. ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്തിൻ്റെ മരുമകളുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ധാരാളം സമ്പത്തുള്ളവൾ, ലോകപ്രശസ്ത, നല്ല വിദ്യാഭ്യാസം, 2 ആൺമക്കൾ എല്ലാം ഉണ്ട്. എന്നാൽ ഒരു കാർ അപകടത്തിൽ ആ സഹോദരി കൊല്ലപ്പെട്ടു. അവരുടെ ശവസംസ്കാര ശുശ്രൂഷ കേമമായിരുന്നു. കിലോമീറ്റർ ദൂരത്തോളം പൂച്ചെണ്ട് പിടിച്ച് ഡയാന രാജകുമാരിയുടെ ശവമഞ്ചത്തിൽ വയ്ക്കുവാൻ നിരന്ന് നിന്നിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ. ബൈബിളിലെ ഒരു കൊച്ചു വാക്യം കൊണ്ട് ഡയാന രാജകുമാരിയുടെ മഹത്വത്തിന് ചെക്ക് വയ്ക്കുവാൻ നമുക്ക് കഴിയും. അവൻ ജീവനോടിരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും. അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും, അവർ ഒരു നാളും വെളിച്ചം കാണുകയില്ല. 49-ാം സങ്കീർത്തനം 18-ഉം 19-ഉം വാക്യങ്ങളാണ് നാം കേട്ടത്. ലോകം ഡയാന രാജകുമാരിയെ പുകഴ്ത്തി. എന്നാൽ ഏകദേശം അതേ നാളുകളിൽ മരിച്ച ഒരു ദൈവദാസനെ എനിക്കറിയാം. 23 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്. 85 വയസ്സുണ്ടായിരുന്ന ഒരു അപ്പച്ചൻ പാസ്റ്ററായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല. ആലുവ അശോകപുരം ഷാരോൺ ചർച്ചിൽ കടന്നു വന്ന അപ്പച്ചൻ പാസ്റ്ററിനെ 1 മണിക്കൂർ സമയം അന്ന് അവിടെ സഭാ ചാർജ് ഉണ്ടായിരുന്ന പാസ്റ്റർ MC മാത്യു അവറുകൾ പ്രസംഗിക്കേണ്ടതിനായി കൊടുത്തു. കളർപ്പില്ലാത്ത കാൽവരി സ്നേഹത്തോടെ അല്പം പോലും മറവി സംഭവിക്കാതെ സഭയ്ക്ക് ആവശ്യമായ സന്ദേശം ദൈവാത്മാവ് ആ പാസ്റ്ററിൽ കൂടി നൽകിക്കൊടുത്തു. അന്ന് ആ സഭയിൽ ആ പ്രിയപ്പെട്ടവൻ്റെ ശുശ്രൂഷ ഞാനും അനുഭവിച്ചു. ശുശ്രൂഷ കഴിഞ്ഞ് താൻ തൻ്റെ ഭവനത്തിലേക്ക് പോയി. കൂടുതൽ കാര്യമായി ആരും അദ്ദേഹത്തെ പുകഴ്ത്തിയില്ല. പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന മഹത്വം പ്രസംഗിക്കുന്നവർക്ക് ആരും കൊടുക്കാറില്ലല്ലോ. ആ ദേവദാസിന് ഒരു സങ്കടവും ഉണ്ടായിരുന്നില്ല. തൻ്റെ കർത്താവിനെ ഉയർത്തി സഭയോട് ദൂതറിയിച്ച് പാസ്റ്റർ സഭയിൽ നിന്നും പോയി. പിറ്റേ ഞായറാഴ്ച വീണ്ടും ഞങ്ങൾ സഭയിൽ ചെന്നപ്പോൾ കേട്ട വാർത്ത ആ ദേവദാസൻ മരിച്ചു എന്നായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ ആയുസ്സിൻ്റെ അവസാന ഞായറാഴ്ചയും ശക്തമായ ദൈവവചന ശുശ്രൂഷ നടത്തിയതിനു ശേഷം പിറ്റേ ഞായറാഴ്ചയാകുന്നതിന് മുമ്പേ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ആ അപ്പച്ചൻ പാസ്റ്റർ ചേർക്കപ്പെട്ടു. കിടപ്പിലാകുവാനോ നൊമ്പരപ്പെടുവാനോ ആ ദൈവഭൃത്യൻ്റെ കർത്താവ് അനുവദിച്ചില്ല. ആ ദൈവദാസൻ ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനായിരുന്നു. താൻ തന്നെ മഹത്വപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ ബഹുമാനം ലഭിക്കുവാൻ തക്ക ശുശ്രൂഷ ചെയ്യുകയോ ചെയ്യാതെ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തി. താൻ ഉയർത്തിയ ക്രിസ്തു ആ പിതാവിനെ തൻ്റെ അടുക്കൽ സ്വീകരിച്ചു. വലിയ ആർഭാടമായ ശവസംസ്കാര ശുശ്രൂഷയോ ലോകപ്രകാരമുള്ള പബ്ലിസിറ്റിയോ ഒന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. എന്നാൽ നിത്യതയിൽ ദൈവമുഖം കാണുവാൻ, ദൈവകുഞ്ഞായി കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുവാനുള്ള ഭാഗ്യം കർത്തൃദാസന് ലഭിച്ചു. തന്നെയുമല്ല, ആ ദൈവദാസനെ കാര്യമായി ആരും മാനിച്ചില്ല എങ്കിലും തൻ്റെ ജീവിതത്തിലെ അവസാന ഞായറാഴ്ചയായിരുന്ന ആലുവ ഷാരോൺ സഭയിലെ പ്രസംഗം അന്ന് ഒരാൾ റെക്കോർഡ് ചെയ്തിരുന്നു. ദൈവം വിശ്വസ്തനാണെന്നും ആ ദൈവഭൃത്യൻ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ടെന്നും ആ ഒരു സംഭവം മാത്രം മതിയാകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു പറഞ്ഞൊരു കാര്യം ഞാൻ പറയട്ടെ. കള്ളൻ മോഷ്ടിക്കാത്തതും
പുഴിയെടുക്കാത്തതുമായ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. അതുമാത്രമേ നമ്മോടുകൂടെ വരുവാനുണ്ടാവുകയുള്ളൂ. അത് സാധ്യമാകണമെങ്കിൽ ആസാഫ് പറഞ്ഞതുപോലെ നാം ദൈവത്തോട് അടുത്തിരിക്കണം. തന്നെയുമല്ല, കർത്താവിനെ ആസാഫിനെ പോലെ നമ്മുടെ സങ്കേതമാക്കുകയും വേണം. നാം ഒറ്റയ്ക്ക് ജീവിച്ചാൽ പലവിധ ക്ലേശങ്ങളും സങ്കടങ്ങളും നമ്മെ ക്ഷീണിപ്പിക്കുകയും നാം ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ ഉള്ളവരായി തീരുകയും ചെയ്യുമെന്നതിന് യാതൊരു സംശയമില്ല. എന്നാൽ യേശുവിനെ നമ്മുടെ സങ്കേതം ആക്കിയാൽ സകലവിധ പ്രലോഭനങ്ങളും മറ്റുള്ളവരാൽ ഉണ്ടായേക്കാവുന്ന ഉപദ്രവങ്ങളും യേശു തടയുകയും നാം ദുഷ്ടൻ്റെ കെണിയിൽ പെടാതെ വണ്ണം കർത്താവ് നമ്മെ വിടുവിക്കുകയും ചെയ്യും. ഭൂമിയിൽ ടെക്നോളജി ഉയർന്ന നിലവാരത്തിലെത്തിയതിനാൽ വഞ്ചനയും പ്രലോഭനങ്ങളും ഉയർന്ന നിലവാരത്തിൽ തന്നെ എത്തിയെന്ന് നാം ഓർക്കണം. ഈ കാലഘട്ടത്തിൽ കെണിയിൽ വീഴാതെ ജീവിക്കുവാൻ നമ്മുടെ ബുദ്ധി മാത്രം പോരാ. വീണതിന് ശേഷം രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. ആകയാൽ യേശുവിൻ്റെ സങ്കേതം ആക്കിക്കൊള്ളുക. ഒരു സഹോദരനെയും വിശ്വസിക്കരുതെന്ന കർത്താവിൻ്റെ കൽപ്പന നാം എപ്പോഴും ഓർക്കുകയും അനുസരിക്കുകയും വേണം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും തീരുമാനമെടുക്കുന്നത് നമ്മുടെ വികാരത്തിൽ നിന്നാകരുത്. ബുദ്ധിപൂർവം ദൈവവചനം പരിശോധിച്ച് ദൈവവചനം അനുസരിച്ചുള്ള ഒരു തീരുമാനം മാത്രമേ എടുക്കാവൂ. ജീവിത വിജയം വരിക്കുവാൻ നമ്മുടെ നല്ല തീരുമാനങ്ങൾക്കേ കഴിയൂ. എന്നാൽ നാം എടുക്കുന്ന തീരുമാനത്തിന് സമ്പത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സമൂഹത്തിൽ ഉന്നതരാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെയും സ്വാധീനം അല്പം പോലും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ യേശു കർത്താവിന് നമ്മുടെ തീരുമാനങ്ങളിൽ അഭിപ്രായം പറയുവാൻ ധാരാളം അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യണം. എന്നാൽ തെറ്റുപറ്റാത്ത തീരുമാനമെടുക്കുവാനും ജീവിത വിജയം ഉറപ്പാക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ ഏത് തീരുമാനത്തിലും നിത്യത ഒരു പ്രധാന വിഷയമായിരിക്കണം. അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കുവാൻ ആസാഫിനെ പോലെ യഹോവയെ നമുക്ക് നമ്മുടെ സങ്കേതം ആക്കാം. അവൻ്റെ പ്രമാണം അനുസരിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിരാശരായിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ നിരാശ മാറ്റിക്കൊടുക്കണമേ. സമാധാനവും പ്രത്യാശയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.